ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ബിസിനസ് റവൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെ നമ്മുടെ മൂഡുകൾ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ്. അൺഫോർച്ചുനേറ്റ്ലി വോയിസ് ഓവർ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഏത് വീഡിയോ ആണോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് പോവുക. അവിടെ താഴെ നമ്മുടെ ബ്ലോഗ് സ്പോട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നമ്മുടെ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട് വാണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ അതിൻ്റെ താഴെ NB ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ബ്ലോഗ് സ്പോട്ടിൻ്റെ ഒഫീഷ്യൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഒഫീഷ്യൽ ബ്ലോഗ് പേജിലേക്കായിരിക്കും. അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കൊരു സെൻസിറ്റീവ് വാർണിംഗ് ചില സാഹചര്യങ്ങളിൽ കാണിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിന് എന്ത് ചെയ്യണം, മിക്കപ്പോഴും അത് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന്, അത് മൈനർ ആയിക്കോട്ടെ മേജർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് ലോഗിൻ ആയിട്ട് വേണം ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ലോഗൗട്ട് ആണെന്നുണ്ടെങ്കിൽ ക്രോമിൽ കയറി ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വെച്ചിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ. ശേഷം ഇങ്ങനെ ഒരു സെൻസിറ്റീവ് കണ്ടൻറ്റ് വാണിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെ ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ വിഷ് ടു കണ്ടിന്യൂ എന്ന ബട്ടണിൽ നിൽക്കുക. നേരെ നമ്മൾ നമ്മുടെ ബ്ലോഗ് സ്പോട്ടിലേക്കാണ് എത്തുക. ഇത് നമ്മുടെ കേസ്റ്റ് റിലീസ് ചെയ്തപ്പോൾ നമ്മളൊരു ബ്ലോഗായിരുന്നു. ഈ ബ്ലോഗിൽ നമ്മൾ നമ്മുടെ മോഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ശേഷം എല്ലാം വായിച്ച് നോക്കുക. നമ്മുടെ മൂഡിന് ഉള്ള ഓരോ മെൻഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും താഴെ സബ് ടു അൺലോക്കിൻ്റെ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേറെ മറ്റ് ലിവറീസോ ആക്സസറീസോ ഒന്നുമില്ല, എല്ലാം കൂടെ ഒറ്റ ഫയലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ലിങ്ക് കൊടുത്തിട്ടുള്ളൂ. മൾട്ടിപ്പിൾ ലിങ്ക്സ് ഉണ്ട്, അതെല്ലാം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പേരെഴുതി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ശേഷം നമ്മൾ എന്തെടുക്കുക, മുകളിലൊരു 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏതാണോ ബ്രൗസർ, ഇപ്പോൾ ഒപ്പേറ ആകാം ക്രോം ആകാം, അതേതാണെന്ന് വെച്ചാൽ ഓപ്പൺ ഇൻ ബ്രൗസർ കൊടുക്കുക. എന്നിട്ട് നേരെ ലിങ്കിലേക്ക് എത്തുക. ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ഇത് ജസ്റ്റ് നമ്മുടെ സബ് അക്കൗണ്ട് ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ട്രിക്ക് മാത്രമാണ്. അപ്പം ഇത് മാൻഡേറ്ററി ആണ്. ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് ഓപ്പൺ ആവത്തില്ല. അപ്പം ശേഷം ഇവിടെ സബ്സ്ക്രൈബ് ഓൺ യൂട്യൂബ് എന്നുള്ള ബട്ടനെ ഞെക്കുക. നിങ്ങൾ നേരെ അപ്പം നമ്മുടെ ചാനലിൽ യൂട്യൂബ് പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ ഇത് ഓൾറെഡി ഞങ്ങൾ ചാനലുള്ള അക്കൗണ്ടിൽ നിന്ന് ലോഗിൻ ചെയ്ത് വെച്ചതുകൊണ്ട് മാനേജ് വീഡിയോസ് എന്നായിരിക്കും ബട്ടൺ കിടക്കുക. അവിടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് എന്നായിരിക്കും. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. സബ്സ്ക്രൈബ്ഡ് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് ഞെക്കുക. അതിന് ശേഷം ബാക്ക് അടിച്ചിട്ട് വീണ്ടും ക്രോം ഓപ്പൺ ആക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ക്രോമിൽ തിരിച്ച് നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ സബ് ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ തിരിച്ച് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും താഴെ അൺലോക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. ആ അൺലോക്ക് ലിങ്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ആഡോ ചിലപ്പം വന്നേക്കാം, ചിലർക്ക് വരത്തില്ല. അത് ജസ്റ്റ് മുകളിൽ ക്ലോസ് അടിച്ച് വിട്ടാൽ മതി. എക്സ് മാർക്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ആഡ് ക്ലോസ് ആവുന്നതായിരിക്കും. ശേഷം നമ്മൾ നേരെ പോകാൻ നമ്മുടെ ഷെയർ മോഡ്സിലേക്കായിരിക്കും. ഷെയർ മോഡ്സിലാണ് നമ്മൾ വീഡിയോസ് എല്ലാം ലിങ്കുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ തന്നെ സ്റ്റാർട്ട് ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വരുന്നതായിരിക്കും. ആഡ് ബാക്ക് അടിച്ചാൽ മാറുന്നതായിരിക്കും. ശേഷം അവരൊരു കൗണ്ട് ഡൗൺ പറയും. ആ കൗണ്ട് ഡൗൺ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഗെറ്റ് ഡൗൺലോഡ് ലിങ്ക് എന്നോ അല്ലെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് ഈസ് റെഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അത് ഞെക്കുക. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ വേറൊരു പേജിലേക്കായിരിക്കും പോകുന്നത്. അവിടെ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് പ്രസ് ചെയ്ത് കഴിയുമ്പം ഒരു ആഡ് വരും. അതൊന്ന് ബാക്ക് അടിച്ച് വിടുക. എന്നിട്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡ് തുടങ്ങിയില്ലെങ്കിൽ ഒരു റൗണ്ട് കൂടെ സ്റ്റാർട്ട് ഡൗൺലോഡ് തന്നെ വീണ്ടും പ്രസ് ചെയ്യുക. ചിലപ്പം വീണ്ടും ആഡ് വന്നിരിക്കും. ഷെയർ മോഡ്സിൻ്റെ ഓരോ കാര്യങ്ങളാണ് അതൊക്കെ. വീണ്ടും 2-3 തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഡൗൺലോഡിങ് ഫയൽ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ മൂഡുകളെല്ലാം വളരെ ചെറിയ സിപ്പ് ഫയലാക്കിയായിരിക്കും വെക്കുന്നത്. അപ്പം വലിയ സൈസൊന്നും കാണത്തില്ല ഫയലിന്. ഇതിപ്പോൾ 8 MB ഒരു ഫയലാണ്. ഇതിനകത്ത് തന്നെ ലിവറി മോഡും ടെംപ്ലേറ്റും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. 8 MB നമ്മുടെ മൊത്തത്തിൽ സിപ്പ് ഫയലിനെ വെച്ചിട്ടുള്ളൂ. ശേഷം നിങ്ങളുടെ ഫോണിൽ സെർച്ചീവർ ആപ്പ് ഉണ്ട് എന്ന് ഉറപ്പാക്കുക. എന്നിട്ട് ആപ്പ് ഓപ്പൺ ആക്കുക. അവിടെ മുകളിലെടുത്തിട്ട് നമ്മുടെ ഡൗൺലോഡ് ഫോൾഡർ സെലക്ട് ചെയ്യുക. ശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സോർട്ട് ബൈക്കകത്ത് ഡേറ്റ് സോർട്ടേജ് ആയിട്ട് കൊടുക്കുക. ശേഷം ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ അന്നേരം ഡൗൺലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫയൽ അവിടെ കാണാം. ഇവിടെ നമ്മൾ KSFTൻ്റെ ഫയലാണ്. അപ്പോൾ അതെടുത്തിട്ട് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാക്ട് ടു ഹിയർ അർച്ചീവ് നെയിം എന്ന് പറഞ്ഞ് കാണും. അതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചില മോഡുകൾ പാസ്വേഡ് ഇട്ടിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ആ ഒരു പക്ഷം ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് നമ്പർ പാസ്വേഡ് തന്നെ ആയിരിക്കും. 4 അക്കമുള്ള നമ്പറുകളായിരിക്കും. അത് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും കൊടുക്കുക. അതായത് വീഡിയോയുടെ ആദ്യത്തെ പാർട്ടിൽ ആദ്യത്തെ 2 നമ്പറുകളും അവസാനത്തെ പാർട്ടിൽ അവസാനത്തെ 2 നമ്പറുകളും ആയിരിക്കും കൊടുക്കുക. ഇത് രണ്ടും കറക്റ്റായിട്ട് ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മോഡ് ഓപ്പൺ ആവത്തുള്ളൂ. മാക്സിമം ലെറ്റേഴ്സ് ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്, കാരണം ക്യാപ്സ് ലോക്കിൻ്റെ സ്പേസിൻ്റെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ. അപ്പം നിങ്ങൾ എന്തെടുക്കുക, അപ്പം 1 2 3 4 ആണ് പാസ്വേഡ് ആണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ 1 2 ** എന്നും സെക്കൻഡ് ഹാഫിൽ
***3 4 എന്നും ആയിരിക്കും കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് 3 കൂടെ കൂട്ടും, 2 കൂടെ കൂട്ടുമ്പോൾ 1 2 3 4 എന്ന് തന്നെ കിട്ടും. ഇതേ രീതിയിൽ തന്നെ കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ മോഡ് റിലീസ് ചെയ്തപ്പോൾ കുറേ ഇഷ്യൂ പാസ്വേഡ് കേസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും നമ്മൾ പാസ്വേഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. പക്ഷേ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ മാക്സിമം കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ തന്നെ നോക്കും. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്ക് ഓടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ഫയൽ ലോങ് പ്രസ് ചെയ്യുക, എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ പാസ്വേഡ് ഇട്ട ഫയലാണെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടില്ല, അപ്പോൾ ഫയൽ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ശേഷം നമ്മുടെ ഡൗൺലോഡ്സിൽ ഏറ്റവും മുകളിലേക്ക് ഫയൽസ് സെക്ഷനിൽ, ഇതിപ്പം ജസ്റ്റ് നമ്മുടെ ഫയൽസ് അല്ല, ജസ്റ്റ് ഡയറക്റ്റ് ഐറ്റംസ് ആണ്. ഏറ്റവും താഴെ ഇങ്ങനെ ഫയൽസിൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടാകും നമ്മുടെ മൂഡിൻ്റെ പേരിൽ. അതിനകത്ത് മൂഡും അതിൻ്റെ ആക്സസറീസും എന്തെങ്കിലും കൂടുണ്ട് അതിനകത്ത് കാണും. സെപ്പറേറ്റ് ഡൗൺലോഡ് ലിങ്ക് കാണുന്നുണ്ട് ഒരു സിപ്പ് ഫയലിൽ ഒരൊറ്റ ഐറ്റേ കാണത്തുള്ളൂ. പിന്നെ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു നമ്മുടെ ഓജസ് മൂഡിൻ്റെ സൈസ് അല്ലെങ്കിൽ റിലീസ് ഡേറ്റ്, അത് രണ്ടും എപ്പോഴാണ് എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. സൈസ് 19 MB ഉള്ളൂ. ഇതിലും ചെറിയൊരു ബോർഡ് നോക്കിയ ഫോണിൽ ബസ്സിൽ സപ്പോർട്ട് ആകുമെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മുടെ മോഡ് സപ്പോർട്ട് ആകുന്നതായിരിക്കും. അത്രയ്ക്കും സിമ്പിൾ മോഡാണ്. പിന്നെ പലരും തെറ്റിദ്ധരിച്ചൊരു കാര്യമാണ് 1.5K എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.05 അല്ല, 1.50 ആണ് 1.5K, 1500 ആണ്. 1.05 ആണ് നമ്മുടെ ചാനൽ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നത്, അത് 1050 ആണ്. അത് തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പം കറക്റ്റ് നമ്മുടെ 1.5K ആകുമ്പോൾ നമ്മുടെ ചാനൽ 1.50 എന്നോ അല്ലെ 1.5 എന്നോ തന്നെ നമ്മുടെ ചാനൽ ഹാൻഡിലിൽ കാണിക്കും. അത് ആയിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എടുപിടിയെന്നുള്ളൊരു റിലീസ് ആയിക്കത്തില്ല, പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടേ റിലീസ് ചെയ്യത്തുള്ളൂ. പിന്നെ നാളെ ഒക്കുമെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ മൂഡിൻ്റെ ഇടാൻ ശ്രമിക്കുന്നതാണ്. അതിനകത്ത് തന്നെ ലൈറ്റ് വർക്കും കാര്യങ്ങളും റിലീസ് ഡേറ്റും പ്രോപ്പർ ഇപ്പോൾ എത്ര സബ്ബായി, നമുക്കിനി എത്ര സബ് കൂടെ വേണം എല്ലാം കാണിക്കാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കൊക്കെ കൊടുത്തേക്കാം. അപ്പം വീഡിയോ നിർത്താൻ എല്ലാവർക്കും നന്ദി. നാളെ നമ്മുടെ റിവ്യൂ ആയിട്ട്